ഒരുപക്ഷെ ഞാനൊക്കെ ജനിക്കുന്നതിന് മുൻപേ അദ്ദേഹം പാലക്കാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ സ്വന്തമായ ഒരു വ്യക്തിത്വവും സ്വന്തമായ ഒരു അധികാര സ്ഥാനവും സ്വന്തമായൊരു പ്രസ്ഥാനവും ഉള്ള വ്യക്തിയായിരുന്നു കെ കൃഷ്ണൻകുട്ടി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒടുവിലത്തെ ആഗ്രഹം പറമ്പിക്കുളം ആളിയാർ കരാർ പുതുക്കണം എന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. 2 മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. അപ്പോഴൊന്നും തന്നെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അന്തർ സംസ്ഥാന നദീജല കരാറായ പറമ്പിക്കുളം ആളിയാർ കരാർ, ഞാൻ പറഞ്ഞു വരുന്നത് ഭാരതപ്പുഴയുടെ കാര്യമാണ്. എല്ലാവരും ഭാരതപ്പുഴ മലിനീകരിക്കുന്നതിനെ കുറിച്ച് പറയും, എല്ലാവരും ഭാരതപ്പുഴയിലെ തടയണകളെ കുറിച്ച് പറയും, എല്ലാവരും ഭാരതപ്പുഴയിലെ മണലെടുപ്പിനെ കുറിച്ച് പറയും, എല്ലാവരും ഭാരതപ്പുഴയുടെ കയ്യേറ്റത്തെക്കുറിച്ച് പറയും. പക്ഷേ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് ഒറ്റ മാർഗമേയുള്ളൂ: ഭാരതപ്പുഴയിൽ വെള്ളം ഒഴുകുക. ഭാരതപ്പുഴയിൽ വെള്ളം ഒഴുകണമെന്ന് കേരളത്തിനകത്തും പുറത്തുമായി 67 സംഘടനകൾ ഭാരതപ്പുഴയുടെ പുനർജീവനത്തിനായി പ്രവർത്തിക്കുന്നുണ്ട്. അവയിൽ പലതും പല സംഭാവനകളും സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ അവരാരും ഭാരതപ്പുഴയിൽ വെള്ളം ഒഴുകണം എന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞുവല്ലോ നേരത്തെ, ഇത് ആരോപണമല്ല, ആത്മവിമർശനപരമായ ഒരറിവാണ്. ഭാരതപ്പുഴയിൽ എന്തുകൊണ്ട് വെള്ളം ഒഴുകാതായി? 1958 മുൻകാല പ്രാബല്യത്തോടെ 1971 അച്യുതമേനോൻ സർക്കാർ ഒപ്പുവെച്ച പറമ്പിക്കുളം ആളിയാർ കരാർ 30 വർഷത്തിൽ അത് പുതുക്കണം എന്നാണ് കരാറിലുള്ളത്. ആ കരാർ പുതുക്കേണ്ടിയിരുന്നത് 58 മുൻകാല പ്രാബല്യം കൊടുത്തതുകൊണ്ട് 87 പുതുക്കേണ്ടിയിരുന്നു. അന്ന് സഖാവ് നായനാരുടെ മന്ത്രിസഭ ആ കാര്യത്തിൽ ഒന്നും ചെയ്തില്ല. ആ കരാർ പിന്നെ എന്നു വേണമെങ്കിലും പുതുക്കാം. പക്ഷെ പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാരാണെങ്കിലും മറ്റു സർക്കാരുകളും പറഞ്ഞത് അടുത്ത 30 വർഷം എത്തുമ്പോൾ പുതുക്കാമെന്നാണ്. എന്ന് പറഞ്ഞാൽ 60 വർഷം എത്തുമ്പോൾ. 60 വർഷം എത്തുന്നത് എപ്പോഴാണ്? 2017 പിണറായി മന്ത്രിസഭ. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ അച്യുതമേനോൻ ഒപ്പുവെച്ച കരാറ്, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ നായനാർ പുതുക്കേണ്ടിയിരുന്ന കരാറ്, 2017 പിണറായി വിജയൻ സർക്കാർ പുതുക്കേണ്ടിയിരുന്ന കരാറ്. ഇപ്പോൾ 17 കഴിഞ്ഞ് 25 എത്തുമ്പോൾ 68 വർഷമാകുന്നു. കേരളം ചതിക്കപ്പെടുന്നു. 1996 നേരത്തെ പറഞ്ഞ അതേ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ ഉന്നയിച്ച ഒരു സബ്മിഷന്റെ ഭാഗം